ഓനെന്താണെന്നറിയോ, ഒഴിവാക്കൂല, ഇന്ന വേറെ എന്നെ എവിടെ പോയാലും ശല്യപ്പെടുത്തും ചെയ്യും. പെരിന്തൽമണ്ണയിൽ 25 വയസ്സുകാരി റിൻസാന തൻ്റെ ഭർത്താവിൻ്റെ വാടക ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കാര്യം. റിൻസാനയുടെ ഭർത്താവായ മുസ്തഫയുടെ പക്കൽ നിന്നും റിൻസാന അനുഭവിച്ചത് ചെറിയ ദുരിതങ്ങളൊന്നുമല്ല എന്നുള്ളത് നിങ്ങൾക്ക് റിൻസാനയുടെ വോയിസ് പൂർണ്ണമായും കേട്ടാൽ മനസ്സിലാകും. 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് വർഷം തികയുന്ന മുമ്പേ ഈ കുട്ടി പീഡനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയെന്നാണ് ഉമ്മ പറയുന്നത്. എൻ്റെ മകൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എന്ത് സാഹചര്യമുണ്ടായാലും അവൾ അത്തരമൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിപ്പോകില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണെന്നും ഉമ്മ തറപ്പിച്ച് പറയുന്നു. പിന്നെ എന്ത് സംഭവിച്ചു എൻ്റെ മകൾക്ക്? ഇതൊരു പെറ്റ വയറിൻ്റെ ചോദ്യമാണ്, എനിക്കതറിയണം എന്നുള്ള നൊമ്പരപ്പെടുത്തുന്ന വാക്കുകളാണ് റിൻസാനയുടെ ഉമ്മ തൻ്റെ മകളുടെ മരണവിവരം എന്താണെന്നറിയാനുള്ള ആവശ്യത്തെ തുടർന്ന് പറയുന്നത്. തൻ്റെ മുന്നിൽ വെച്ച് പോലും ഭർത്താവായ മുസ്തഫ തൻ്റെ മകളെ തല്ലാറുണ്ടായിരുന്നെന്നും അപ്പോഴെല്ലാം ഉമ്മ അതിനെ എതിർക്കുമ്പോഴും പോട്ടെ ഉമ്മ, ഇതൊക്കെ കുടുംബ പ്രശ്നങ്ങളല്ലേ എന്ന് പറഞ്ഞ് അതെല്ലാം പരിഹരിക്കുന്ന ആളായിരുന്നു റിൻസാന എന്നാണ് ഉമ്മ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൾ നല്ല ബുദ്ധിയുള്ളവളും വിവേകത്തോടുകൂടി ചിന്തിക്കുന്നവളുമായതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത്തരമൊരു കടുങ്കൈ എൻ്റെ മോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യില്ല എന്നുള്ളൊരു വാക്കാണ് ഈ റിൻസാനയുടെ ഉമ്മാക്ക് പറയാനുള്ളത്. ജനുവരി 30 ആയാൽ ഞാൻ ഇങ്ങോട്ട് വരും ഉമ്മ എന്നാണ് റിൻസാന അവസാനമായി ഉമ്മാനോട് പറഞ്ഞതെന്നും എന്നെ കൊല്ലുമെന്ന് എൻ്റെ ഭർത്താവ് എൻ്റെ കാതിൽ പറയാറുണ്ട് എന്നും അതിനുശേഷം തൻ്റെ ഓട്ടോറിക്ഷയിൽ തൻ്റെ മയ്യത്ത് കയറ്റി ഞാൻ കൊണ്ടുപോകുമെന്നുള്ള വാക്കുകളും നിരന്തരമായി റിൻസാനയോട് ഭർത്താവായ മുസ്തഫ പറയാറുണ്ട്. അത് ഉമ്മയോടും റിൻസാന പറഞ്ഞിരുന്നു എന്നാണ് ഉമ്മ പറയുന്നത്. ജനുവരി 5-നായിരുന്നു ആ സംഭവം ഉണ്ടായത്. ഒരു കടയിൽ ജോലിക്ക് നിൽക്കുന്ന റിൻസാന ജോലി കഴിഞ്ഞ് വീടിൻ്റെ മുമ്പിൽ നിന്നും ഫോൺ വിളിക്കുന്നതെല്ലാം മറ്റു പലരും കണ്ടിരുന്നു. അപ്പോൾ ഭർത്താവായ മുസ്തഫ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അങ്ങനെ വീടിൻ്റെ അകത്തേക്ക് കയറിയ റിൻസാന പിന്നീട് ഭർത്താവ് പുറത്തു വന്ന് അയൽവാസികളോട് റിൻസാന അങ്ങനെ ചെയ്തു എന്ന് പറയുകയാണ് ചെയ്തത്. ഓട്ടോ ഡ്രൈവറായ റിൻസാനയുടെ ഭർത്താവ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുവാൻ തൻ്റെ വാഹനം പുറത്തെടുത്തില്ല എന്നുള്ളതും ഈ കൃത്യം ഇയാൾ കരുതിക്കൂട്ടി തന്നെ ചെയ്തതാണെന്നതാണ് തെളിയിക്കുന്നത്. ഭർത്താവായ മുസ്തഫ ഓട്ടോറിക്ഷ എടുക്കാത്തതുകൊണ്ട് തൊട്ടടുത്തുള്ള മറ്റൊരു വ്യക്തി തൻ്റെ വണ്ടി എടുക്കാം, നീ തൻ്റെ ഭാര്യയെ പൊക്കിയെടുക്കുക എന്ന് പറഞ്ഞപ്പോഴും സ്വന്തം ഭാര്യയെയും പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുവാനും ഇയാൾ വിസമ്മതിച്ചു എന്നാണ് ഈ ഉമ്മ കണ്ണീരോടെ പറയുന്നത്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് ഇതിൻ്റെ പിന്നിൽ വലിയ ദുരൂഹതയുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ ഏതൊരു ഭർത്താവിനാണ് ഇത്തരത്തിൽ തൻ്റെ ഭാര്യ ഒരു കടുങ്കൈ ചെയ്തെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ മക്കളുടെ ഉമ്മയായ ആ പെണ്ണിനെ ആശുപത്രിയിൽ എത്തിക്കണമെന്നുള്ള ചിന്ത വരാതിരിക്കുക? നീതി ഞങ്ങൾക്ക് ലഭിക്കണം എന്നുള്ള ഒറ്റ ആവശ്യമാണ് ഈ ഉമ്മയ്ക്കും ഉപ്പക്കുമുള്ളത്. പെൺകുട്ടികളുണ്ടായി എന്നുള്ള ഒറ്റ വിഷയമാണ് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാക്കിയത്. കുട്ടികളെ നൽകുന്നതെല്ലാം മാതാപിതാക്കളാണോ? അതെല്ലാം അള്ളാഹുവിൻ്റെ വിധിയല്ലേ? അവൻ വാ കീറിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഭക്ഷണവും അവൻ തന്നെ നൽകുമെന്നുള്ളത് ഇത്തരം ആളുകളൊന്നും ചിന്തിക്കുന്നില്ലേ? രണ്ടാമത്തെ കുഞ്ഞിനെ റിൻസാന പ്രസവിച്ചപ്പോൾ അത് കാണാൻ വന്നിരുന്ന ഭർത്താവും ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും സഹോദരന്മാരുമടക്കമുള്ളവർ കയ്യിൽ ആൺകുഞ്ഞിൻ്റെ പേരെഴുതിയാണത്രേ വന്നത്. പ്രസവിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അവർ ഹോസ്പിറ്റൽ വിട്ടു പോകുകയും പിന്നീട് അവിടുന്ന് 1 വർഷം റിൻസാനയെയും 2 കുട്ടികളെയും തിരിഞ്ഞു നോക്കുകയും ചെയ്തില്ല. ചില പ്രശ്നങ്ങളുണ്ടായ റിൻസാനയുടെ രണ്ടാമത്തെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ ICUയിലേക്ക് മാറ്റിയപ്പോൾ ദിവസം 25,000 രൂപയോളമാണ് ഈ കുടുംബത്തിന് ചിലവാക്കേണ്ടി വന്നത്. സാമ്പത്തിക ശേഷി തീരെയില്ലാത്ത റിൻസാനയുടെ കുടുംബം റിൻസാനയുടെ സ്വർണം ആവശ്യപ്പെട്ടപ്പോൾ റിൻസാനയുടെ ഭർത്താവായ മുസ്തഫ വന്നുകൊണ്ട് റിൻസാനയുടെ ഉപ്പയെ തല്ലുകയാണ് ചെയ്തതെന്നാണ് ഈ ഉപ്പയും ഉമ്മയും കണ്ണീരോടുകൂടി പറയുന്നത്. റിൻസാന തൻ്റെ ഭർത്താവിൽ നിന്ന് അനുഭവിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഈ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എന്താ ഞാൻ ചെയ്യുക? ഒരിതുമില്ല എന്നോട് പറയണമെങ്കിൽ തന്നെ എന്താ അതിന് മുന്നോട്ട് ഞാൻ ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല. വക്കീല് പറഞ്ഞു കേസ് മീൻസ് പോലീസിൽ പരാതി കൊടുത്തിട്ട് പീഡന കേസിൽ ഇതാക്കുക, എന്നിട്ട് ഇതാവാന്നാണ്. വക്കീലൊന്ന് സംസാരിച്ചിട്ട് എന്താണുള്ളത് നോക്കിയിട്ട് മതി എന്നാണ് എൻ്റെ ലെവല്. പിന്നെ ഈ പറഞ്ഞ വക്കീലിനെ കാണാൻ ഞാൻ പോയി ഹോസ്പിറ്റൽ കേസൊക്കെ ആണ്, കുട്ടീനെ ഹോസ്പിറ്റലിൽ എന്നൊക്കെ ഒന്ന് കൊണ്ടുപോകണം. അപ്പോൾ കണ്ണട ആ ചിലവുണ്ട്. പിന്നെ ഈ മാസത്തെ സാലറിക്ക് പറ്റ കമ്മിയാണ്, കാരണം ഞാൻ പൂതി വെച്ചിട്ടല്ലേ ഞാൻ കയറിയത്. ഞാൻ ഒന്നങ്ങോട്ട് സെറ്റായി വരട്ടെ. അപ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞു വേറെ വാടക വീട് നോക്കിക്കോ. പക്ഷെ നോക്കാനും വേണ്ട, കയ്യിൽ ഫണ്ട് വേണ്ടേ. ഒഴിവാക്കൂല, ഇന്ന വേറെ എന്നെ എവിടെ പോയാലും ശല്യപ്പെടുത്തും ചെയ്യും.
ആ ലെവലിലാണ് അവന് പെരുമാറണപ്പോൾ. 30-ാം തീയതി ഓള് പോകുമ്പോൾ അതിൻ്റെ 30-ാം തീയതി ഓള് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുത്തിരിക്കുമ്പോൾ കോള് വന്നപ്പോൾ തള്ളേന് വർത്താനം പറഞ്ഞു. അപ്പോൾ ഒരു അനാവശ്യ വർത്താനം കേൾക്കും തള്ളയുടെ തുടങ്ങി. ഓളോട് ഇങ്ങനെ പറയുന്നത് എവിടെടി എൻ്റെ കുട്ടികളെയൊക്കെ ഇട്ടിട്ട് വിടുക്കാൻ പേരോടാൻ വെക്കുമെന്നൊക്കെ ചോദിച്ചത്. എൻ്റെ മെത്ത് കുത്തിരിക്കുമ്പോഴാണ് ഞാൻ ഓള്. അപ്പോൾ എന്തടി ഇതിങ്ങനെ ഞാൻ ചോദിച്ചു ആരാ പറയും? അത് ഇമ്മച്ചിയെ പറയുന്നേ, അമ്മായിമ്മയെ പറയുന്നതാണ്. അത് പറഞ്ഞു. പിന്നെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. പിന്നെ 1-ാം തീയതി ഓള് കടയിൽ നിന്ന് വന്നിട്ട് കുടിയെ കുത്തിരിക്കാൻ ഒരു 6:30 കഴിഞ്ഞിരിക്കും. 6:30 കഴിഞ്ഞപ്പോൾ കുടിയെ കുത്തിരിക്കുമ്പോൾ ഒരു കോള് വന്നത് ഓൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കുട്ടികളായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകണം. അപ്പം അതിൻ്റെ മുന്നേ ഓൾ എന്നോട് പറഞ്ഞു കൊടുക്കണം കാ കുഞ്ഞെ കൊല്ലുന്നാ തോന്നുന്നത്, അതിൻ്റെ പ്ലേനൊക്കെ ഓൻ ഇട്ടിട്ടാണ്. പിന്നെ എൻ്റെ ചെവിയിൽ വന്നിട്ട് ഓൻ പറയും അന്നെ ഞാൻ കൊല്ലും, ഞാൻ കൊന്നിട്ട് ഞാൻ എൻ്റെ ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോകുന്നു പറഞ്ഞിക്കണു. എൻ്റെ മയ്യത്തിൻ്റെ ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോകുന്നു ഓൻ എന്നോട് പറഞ്ഞിക്കണുമ്മ. പിന്നെ ഓന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മയ്യത്ത് അത് കാണാൻ കിട്ടൂലെന്ന് ഓള് പറയും ചിത്തരപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ ഓളി പിന്നെ കുട്ടികളെ എന്താ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് ഇവളെന്ത് പറ്റി എന്നാ ഞാൻ പോകുകയാണ് ഇവിടുന്ന് പോകുക, ഞാൻ ഞാൻ കുട്ടികളേക്ക് പോകുക കച്ചറക്ക് നിൽക്കണ്ട, ഞാൻ ഈ മാസം ജനുവരി 30-ാം തീയതി കഴിഞ്ഞാൽ ഞാൻ പോരുകയാണ് അവിടുന്ന് കുട്ടികളേക്ക് പോകുക. അപ്പോഴത്തേന് പരീക്ഷയൊക്കെ കഴിയും. അപ്പം ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോരുകയാണ്. അതിൻ്റെ മുന്നേ ഓൾ വാടകപ്പേരെ ചോദിച്ചിരിക്കുന്നു. അത് ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഓൾ ഒരു ടീച്ചർ നടന്ന് ചോദിച്ചിരിക്കുന്നു, അത് കിട്ടിയിട്ടില്ല. അതിന് ഞാൻ 30-ാം തീയതി ജനുവരി 30-ാം തീയതി ഇങ്ങോട്ട് പോരുക. അപ്പോൾ ഞാൻ വർമ്മാൻ്റെ കുട്ടിയിൽ പോകുന്നതാണ്. ഇത് പോകേണ്ടത് ഇങ്ങനത്തെ ശരിയാടാണ് ഇത് പോകണ്ടെന്ന് ഞാൻ ഓളോട് പറഞ്ഞു. അത് എന്നിട്ട് ഓളും എന്തൊക്കെ അല്ല അമ്മ ഞാൻ പോട്ടെ ഇന്ന് ഇത് കുട്ടികളുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ഉള്ളിൽ കയറിയാൽ മതി, അത് ഇത് കയറിയത് അതൊന്നും ഓൻ കുട്ടികളെ കൊണ്ടുപോകാത്ത ഓൻ്റെ കയറിയിൽ അന്ന് കുട്ടികളെ കൊണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികളെ കൊണ്ടാക്കി അവിടുന്ന് പോരുമ്പോൾ പറഞ്ഞു തരാം തള ഇവിടെ എന്തെങ്കിലും ഒന്ന് നടക്കുന്നു. തള പറഞ്ഞു തരേ കുട്ടികളെ കേട്ടിട്ട് മുന്നോട് വന്ന് പറഞ്ഞു എന്തെങ്കിലും ഒന്നും ഇവിടെ നടക്കുമെന്ന് പറഞ്ഞു. അവിടുന്ന് ഓൻ വന്നിട്ട് ഈ കുട്ടി അപ്പോൾ വന്നിട്ട് ഈ കുട്ടി സിറ്റൗട്ടിലിരുന്ന് ഫോൺ ചെയ്യുന്ന എല്ലാവരും കണ്ടുക്കുന്നു. 4 ചുറ്റിലൂടെ കണ്ടുಕೊಂಡು കുട്ടി ഫോൺ ചെയ്യുന്നത്. ഫോൺ ചെയ്ത് ഉള്ളിലേക്ക് കയറിയ കയറ്റത്തിലാണ് ഓൻ ഒറ്റക്കുള്ളൂ അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ അയൽവാസികളൊക്കെ പറയുന്നത് ഓട്ടോറിക്ഷ മുന്നിലുണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ഓൻ പണിക്ക് പോകില്ല. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു ഇത് പണിക്ക് പോകില്ല, ഇച്ചന്നെ വേണ്ടാണ്, ഇച്ചന്നെ വേണ്ട, ഇത് പണിക്ക് അന്നി നോക്കണം, എൻ്റെ കുട്ടികളെയും നോക്കണം, ഇച്ചാവൂല. അത്യാവശ്യം കാണാൻ ചേരും ചൊറുക്കുണ്ട് ഓള്, ഒരു പണിയുണ്ട്. പിന്നെ ഓൾ ഒരു ഇതിലും ഓളും ആത്മഹത്യ ചെയ്യും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ നല്ല അന്തമുള്ള കുട്ടിയാണ് ഓളിൻ്റെ കുട്ടികളെടുത്ത് വെച്ചിട്ട്. എന്നിട്ട് ഈ കുട്ടി ഇത് പറഞ്ഞ് അവിടുന്ന് പോയിട്ട് 5-ാം തീയതി പിന്നെ എന്താ 5 കഴിഞ്ഞ് 6 കഴിഞ്ഞ് 7 അല്ല 5-ാം തീയതി കുട്ടിയെ മാഹിരിപ്പിക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞ് കുത്തിരിക്കാൻ. അപ്പോൾ കുത്തിരിക്കുമ്പോൾ ഒരു കോള് വന്നപ്പോൾ എന്നോട് ജനുവരി 5-ാം തീയതി എന്നോട് പറഞ്ഞു തൂറത്താത്ത ഞങ്ങൾ മണ്ടി വരി എന്താന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നോട് ഒന്നല്ല ഞങ്ങൾ മൗലാനിക്ക് വരികയും. അപ്പോൾ ഒരു കുട്ടി വന്നപ്പോൾ ചെറിയൊരു മുടുപ്പുണ്ട് കുട്ടിക്ക്, ചെറിയൊരു മുടുപ്പ് കുട്ടിക്കുണ്ട്, വെള്ളം കൊടുത്ത് കുടിച്ചിക്കണം. അപ്പോൾ കടക്കുന്ന കട്ടിലുമേൽ കുട്ടി കിടക്കുന്നത് വിളിച്ചു വന്നപ്പോൾ ഇവര് ഈ 3-4 ആൾ ചെല്ലുമ്പോൾ കുട്ടി കട്ടിലുമേ കിടക്കുന്നത്. അതിന് വെള്ളം കൊടുത്ത് ഇവർ എളുപ്പം ആശുപത്രിക്ക് മണ്ടാൻ പറഞ്ഞപ്പോൾ ഇവൻ എന്താ തരാട്ടി ഓട്ടോറിക്ഷ എടുക്കൂല, ഓട്ടോറിക്ഷ എടുക്കൂല. അപ്പോൾ മറ്റേ ചങ്ങായി എന്താ പറയുക വേറൊരു ഓട്ടോറിക്ഷക്കാരൻ്റെ അപ്പുറത്ത് ഓൻ്റെ ഓട്ടോറിക്ഷ അല്ല അയാൾ വിറ്റിട്ട് ഞാൻ അടുത്തോളം ഞാൻ ഓളത്ത് എടുക്കൂലാന്ന്. എന്നിട്ട് അപ്പുറം ജോലിയൊക്കെ കയറി ഓട്ടോറിക്ഷ കൂട്ടിയിട്ട് എന്താക്കി പതുക്കെ തിരക്ക് കൊണ്ടുപോകണത്. ഒരു 5 മിനിറ്റ് മുന്നിൽ ചെന്ന് എത്തി മൗലാനിക്ക് എത്തിക്കുന്നതിൻ്റെ കുട്ടി ഉടച്ച് കിട്ടിയിരുന്നു. അതാ മൗലാനിക്കർ 5 അവിടുത്തെ എത്തും കുട്ടി മരണപ്പെടും ചെയ്തു. ഓൻ ആ ഓട്ടോറിക്ഷയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച കാരണമാണ് ഓന് അത്രയും ജീവൻ പോകാനും ഉണ്ടായ കാരണം. ഓൻ എന്തേ കാട്ടിന്ന് ആർക്കും അറിയുന്നില്ല. ഓൻ ചെന്ന് പറഞ്ഞിക്കാൻ അയൽവാസികൾ റിൻസ് തൂങ്ങിയത് കാണാൻ നിങ്ങൾ കാണാമാത്ര ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചറിയണം, എന്റെ കുട്ടീനെ കാട്ടിക്കണിച്ചെന്ന് അറിയണം, എല്ലാവരും അറിയണം വെച്ചത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന എന്റെ കുട്ടീനെ എന്താ കാട്ടിക്കണമെന്നുള്ളത്. 2ാമത്തെ കുട്ടിയെ പ്രസവിച്ച് പോയി കജിൽ പേരെഴുതി കൊടുക്കണം ആൺകുട്ടിക്ക്. അത് പെൺകുട്ടിയാണെന്ന് പറഞ്ഞേക്കോ എളുപ്പം പോയി തള്ളി മകനും തന്തി പിന്നെ 5-നും എളുപ്പം ഇത് പെറ്റിങ്ങനെ കുറഞ്ഞങ്ങൾ എളുപ്പം കണ്ടോളി എന്ന് അറിഞ്ഞു ഡോക്ടർ. കാണലും എളുപ്പം ഐസിക്ക് കൊണ്ടുപോയി, കുട്ടിക്കൊരു മുടുപ്പേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ എളുപ്പം ഐസിക്ക് കൊണ്ടുപോയി. ഇവരെന്താ കിട്ടിയാൽ കണ്ടോടുകൂടെ ഒക്കെ ഒഴിഞ്ഞു പോകുന്നു. എന്നിട്ട് നോക്കുമ്പോൾ കുട്ടിക്ക് 25,000 ഉറുപ്പിക ദിവസം കെട്ടണം. ഞങ്ങൾ പാവപ്പെട്ട കുടുംബങ്ങളാണ്, ഞങ്ങളെ കൂടെ കെട്ടാൻ കഴിയില്ല. അതിന് വാപ്പ പറഞ്ഞു ഇതൊക്കെ കുറച്ച് പണ്ടേയും ഞങ്ങൾക്ക് കാട്ട്, ഞാൻ അത് കൊണ്ടുപോയി പണയം വെച്ചിട്ടേ ഞങ്ങൾക്ക് ഈ കുട്ടിക്ക് സീറ്റ്. അത് വന്നത് തള്ളിയും മകനും ചെറിയ മകനും തന്തിയും ഒക്കെ പാടെ വന്നിട്ട് ഇവരോട് വെച്ച് എന്ത് ചോദിച്ചു എന്ന് വെച്ച് മോന്തൊക്കെ വന്നാണ് കൊടുത്തു. പോനെ മരുവനെ മോന്തൊക്കെ വന്നാണ് കൊടുത്തു എന്തേ ഞങ്ങളോട് ചോദിച്ചു പണ്ട ചോദിച്ചീനേ ചെറിയ അഞ്ചാമൻ പറഞ്ഞു കൊടുക്കാനേ എന്നെ പോലിക്കാ വില്ലടക്കാൻ പോരാലോ. നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, എന്താണ് ചിന്തിച്ച് അറിയണം എന്റെ കുട്ടിക്ക് എന്തേ പറ്റിയെന്നുള്ളത്. ഇത് നിയമത്തിന്റെ മുന്നിൽ വരണം.